മലയാള ചലച്ചിത്ര ലോകത്തെ പ്രശസ്ത നടനും നിർമ്മാതാവുമാണ് ഐ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി 1951 സെപ്റ്റംബർ 7 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ചെമ്പ് എന്ന സ്ഥലത്താണ് മമ്മൂട്ടി ജനിച്ചത്. ബാപ്പ ഇസ്മയിലും ഉമ്മ ഫാത്തിമയുമാണ്. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് LLBയും നിയമബിരുദം നേടി. അഭിഭാഷകനായി യോഗ്യത നേടിയ ശേഷം മഞ്ചേരിയിൽ 2 വർഷത്തോളം അഭിഭാഷക ജോലിയിൽ ഏർപ്പെട്ടു. 1971 KS സേതുമാധവൻ സംവിധാനം ചെയ്ത അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം വെള്ളിത്തിരയിൽ എത്തുന്നത്. 1979 MET വാസുദേവൻ നായരുടെ ദേവലോകം എന്ന സിനിമയിൽ പ്രധാന വേഷം ചെയ്തുവെങ്കിലും ആ ചിത്രം റിലീസായില്ല. 1980 MET വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലാണ് ആദ്യമായി ശ്രദ്ധേയമായ വേഷത്തിൽ അഭിനയിച്ചത്. 1980 കളുടെ തുടക്കത്തിലാണ് അദ്ദേഹം മലയാള ചലച്ചിത്രരംഗത്ത് ശ്രദ്ധേയനാകുന്നത്. 1981 അഹിംസ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. KG ജോർജ് സംവിധാനം ചെയ്ത യവനിക 1982 എന്ന ചിത്രത്തിലെ പോലീസ് കഥാപാത്രം അദ്ദേഹത്തിന് താരപദവി നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 3 തവണ, ഒരു വടക്കൻ വീരഗാഥ, മതിലുകൾ 1989, വിധേയൻ, പൊന്തന്മാട 1993, ഡോക്ടർ അംബേദ്കർ 1998 നേടിയിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനുള്ള പുരസ്കാരം 7 തവണ നേടി. ഫിലിംഫെയർ അവാർഡ്സ് സൗത്ത് പുരസ്കാരം 13 തവണ ലഭിച്ചു. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 1998 പത്മശ്രീ, 1979 സുൽഫദിനെ വിവാഹം കഴിച്ചു. സുറുമി, ദുൽഖർ സൽമാൻ എന്നിവരാണ് മക്കൾ. ദുൽഖർ സൽമാൻ പ്രമുഖ ചലച്ചിത്ര നടനാണ്. മലയാളത്തിലെ പ്രമുഖ ടെലിവിഷൻ ചാനലുകളായ കൈരളി TV, പീപ്പിൾ TV, VTV എന്നിവയുടെ മേൽനോട്ടം വഹിക്കുന്ന മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ ചെയർമാൻ കൂടിയാണ് മമ്മൂട്ടി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ്. 4 പതിറ്റാണ്ടിലേറെയായി ചലച്ചിത്രരംഗത്ത് സജീവമായ മമ്മൂട്ടി മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലായി 400 അധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.